ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവിടെയും നയിക്കുമാറാകട്ടെ. നിയമങ്ങളും പ്രതിഭാസങ്ങളും എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരീരം ഏർപ്പെടുത്തുന്ന ചില പരിമിതികളെ കുറിച്ചാണ്. പരിമിതി നിയമം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. പരിമിതി നിയമം പറയുന്നതനുസരിച്ച് the law of limitation states that the body restricts actions to prevent vital laws. ജീവന്റെ പരിമിതി നിയമവും പ്രതിഭാസങ്ങളും. പരിമിതി നിയമം പ്രസ്താവിക്കുന്നത് ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളോ ബാഹ്യപദാർത്ഥങ്ങളോ അമിതമായ ഊർജ നഷ്ടത്തിന് കാരണമാകും, അത് നാശത്തിലേക്ക് കാരണമാവുകയും അത് നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ ശരീരം കൂടുതൽ ഊർജം ചെലവാകുന്നതിന് ഒരു പരിധി നിശ്ചയിക്കുന്നു എന്നതാണ്. തുടർച്ചയായ പ്രവർത്തനങ്ങൾ നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ ജീവൻ ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം അമിതമായ ഊർജ ചോർച്ചയ്ക്ക് കാരണമാകുന്ന സംഗതികളോട് ശരീരം വെറുപ്പോ പ്രതിരോധമോ അല്ലെങ്കിൽ താല്പര്യക്കുറവോ പ്രകടിപ്പിക്കുന്നു. സംരക്ഷണം, നിയന്ത്രണം, നിലനിൽപ്പിനുള്ള മുൻഗണന എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ദോഷകരമായ ഭക്ഷണങ്ങളോടുള്ള താല്പര്യമില്ലാതാകുന്നു. രോഗാവസ്ഥയിലേക്ക് നയിച്ച ആകർഷണം വെറുപ്പായി മാറുന്നു. അമിതമായ ഉത്തേജനം തളർച്ചയ്ക്ക് വഴിമാറുന്നു. രോഗാവസ്ഥയിൽ പഴയ ശീലങ്ങളോടുള്ള ആകർഷണം നഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന്, ഒരു മദ്യപാനിക്ക് രോഗം വരുമ്പോൾ മദ്യത്തോടുള്ള വിരക്തി ഉണ്ടാകുന്നു. കാരണം ശരീരം കൂടുതൽ നാശത്തെ നിരസിക്കുന്നു. ഓക്കാനം, അസഹിഷ്ണുത, ബലഹീനത, തളർച്ച എന്നിവ ഈ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്. പരിമിതീകരണത്തിലൂടെ ശരീരം ചൈതന്യത്തെ സംരക്ഷിക്കുകയും തകർച്ച തടയുകയും ജീവനെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ലോ ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു നല്ലൊരു മാനേജറും നമ്മുടെ സംവിധാനത്തിലേക്ക് വന്നെത്തുന്ന അനുചിതമായ കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിന്റെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കും. അതുപോലെ ജീവൻ എന്ന് പറയുന്ന സംവിധാനം നിരന്തരം ശ്രമിക്കുന്നത് ജീവനെ അതോടുകൂടി നിലനിർത്തണം, ജീവനോടുകൂടി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ജീവനെ നിലനിർത്താനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഘടകമെന്ന് പറയുന്നത് ജീവശക്തിയാണ്, ജീവചൈതന്യമാണ്. അപ്പോ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ഈ ജീവശക്തിയെ ചെലവാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പദാർത്ഥം, വെളിയിൽ നിന്നൊരു പദാർത്ഥം അല്ലെങ്കിൽ മറ്റൊരു വസ്തു നമ്മുടെ ജീവചൈതന്യത്തിന്റെ നഷ്ടത്തിന്, ഊർജത്തിന്റെ നഷ്ടത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, ശരീരം ഈ ഊർജം ചെലവാകുന്നതിന് ഒരു പരിധി നിശ്ചയിക്കും. അത് ഉപയോഗിക്കും, പക്ഷെ അതിന് ഒരു പരിധി നിശ്ചയിക്കുന്നുള്ളതാണ്. അതായത് അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് പഞ്ചസാര നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ കാൽഷ്യം സ്ട്രക്ചറിനെ അത് ബാധിക്കും. pH വാല്യൂവിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് കാൽഷ്യം സ്ട്രക്ചറിനെ ബാധിക്കും. ശരീരപ്രവർത്തനങ്ങളെ പലതരത്തിൽ ബാധിക്കും. ഒടുവിൽ മധുരത്തോടുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ശരീരം സൃഷ്ടിക്കും. മധുരം കൂടുതൽ കഴിച്ചാൽ ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിലേക്ക് ശരീരം പലതരം പ്രതിസന്ധികൾ കാണിക്കും. അങ്ങനെയാണ് ഈ പ്രമേഹം പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോ ഈ ലോ ഓഫ് ലിമിറ്റേഷൻ പറയുന്നത് അതിന് കാരണമാകുന്ന വസ്തുക്കളോട് വെറുപ്പ് തോന്നുന്നു. ഇപ്പൊ ചില പ്രത്യേക കാലത്ത് നമുക്ക് ചില ഭക്ഷ്യപദാർത്ഥങ്ങളോട് വല്ലാതെ താല്പര്യം തോന്നും. ശീലം കൊണ്ട് പിന്നെ അതിലെ അഡിക്റ്റീവുകൾ കൊണ്ടൊക്കെ അങ്ങനെ വരാം, താല്പര്യം തോന്നാം. എങ്കിലും സാധാരണ രീതിയിൽ ഇപ്പൊ ചില പച്ചക്കറികള്, ചില മറ്റു പോഷകങ്ങൾ ഇങ്ങനെയുള്ളതിനോട് ചില പ്രത്യേക രുചികളോടൊക്കെ നമുക്ക് പ്രത്യേക താല്പര്യം തോന്നും. ആ താല്പര്യം തോന്നുമ്പോൾ നമുക്ക് തോന്നും, ഇത് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്, ഇത്രയേറെയൊക്കെ നമ്മളത് കഴിക്കേണ്ടതുണ്ടോ, ഞാനത് കഴിക്കുന്നത് കൂടുതലായിട്ടല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത്രയും നാൾ ഉപയോഗിച്ചു വന്നിരുന്ന ആ ഒരു കാര്യത്തോട് ശരീരം വല്ലാതെ ഒരു ലിമിറ്റേഷൻ പ്രകടിപ്പിക്കും. അതിനോട് വെറുപ്പ് തോന്നിപ്പിക്കും, അല്ലെങ്കിൽ ശരീരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതിരോധം തോന്നിപ്പിക്കും, അതിനോട് താല്പര്യക്കുറവ് തോന്നിപ്പിക്കും. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സംരക്ഷണമാണ്. ശരീരത്തിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്ന കാര്യങ്ങൾക്കുള്ള ഒരു നിയന്ത്രണമാണ്. ശരീരം ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് നിലനിൽപ്പിനാണ്, ശരീരത്തിന്റെ നിലനിൽപ്പാണ്. അതിന് മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്, ഈ നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്.
അപ്പോ നമുക്ക് ശരീരത്തിന് ദോഷകരമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ള കാര്യത്തിലുള്ള ഒരു താല്പര്യം തന്നെ ഇല്ലാതാകുന്നു. ഒരു കാലത്ത് താല്പര്യം ഉണ്ടായിരുന്നതായിരിക്കും, പിന്നീട് താല്പര്യം ഇല്ലാതെ. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഒരു കാലത്ത് നല്ല താല്പര്യം തോന്നുന്നു, പിന്നീട് താല്പര്യം ഇല്ലാതായി മാറിയിട്ടുണ്ടാവും. നമ്മളെ ഒരു രോഗത്തിലേക്ക് ഒരു പ്രത്യേക താല്പര്യം നയിച്ചു എന്നിരിക്കട്ടെ, അത് നേരെ തിരിച്ച് വെറുപ്പായിട്ട് മാറും. അപ്പോ ഈ നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് ഉത്തേജനത്തെ നൽകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ തളർച്ചയ്ക്ക് കാരണമാകുന്ന സമയത്ത് പിന്നെ ആ ഉത്തേജനം ഉപയോഗിക്കാൻ നമുക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലമൊക്കെ നഷ്ടപ്പെടുന്ന രീതി കാണാൻ പറ്റും. ഇപ്പൊ ഒരു മദ്യപാനി എടുക്കുക. മദ്യപത്തോടുള്ള ആസക്തി എന്ന് പറയുന്നത് തടുക്കാൻ പറ്റാത്തൊരു ആസക്തിയാണ്. അത്രയേറെ ആസക്തിയുള്ള ഒരാള് ആ ആസക്തി നിലനിൽക്കുകയും പിന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്യുന്നത് നമുക്ക് കാണാനാവും. മറ്റേ ഓക്കാനം വരിക, മദ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഓക്കാനം വരിക. മദ്യപിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഛർദ്ദിക്കുന്നതിനെ കുറിച്ചല്ല, അതിന് തന്നെ ഓക്കാനം വരിക, അതിന്റെ ആ സ്മെല്ലിനോട് റെസിസ്റ്റൻസ് വരിക, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തളരുന്നൊരവസ്ഥ വരിക, ബലം നഷ്ടപ്പെടുന്നൊരവസ്ഥ വരിക. ഇങ്ങനെയുള്ളതെല്ലാം വഴി ശരീരം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് നമുക്ക് കാണാനാവും. അപ്പൊ മധുരത്തോട്, മദ്യത്തോട്, അതുപോലെ തന്നെ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡിനോടൊക്കെ ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ സ്പൈസി ഫുഡ് നമുക്ക് താല്പര്യം ഇല്ലാണ്ട് വരും. അപ്പൊ ഇതെല്ലാം ഈ ലോ ഓഫ് ലിമിറ്റേഷൻ എന്നുള്ളതിന്റെ പ്രകടനങ്ങളാണ്. അങ്ങനെ ഈ പരിമിതീകരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ ശരീരം അതിന്റെ ചൈതന്യത്തെ സംരക്ഷിക്കുകയും ശരീരത്തിന്റെ തകർച്ച തടയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴിയാണ് ജീവനെ ശരീരം കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ലോ ഓഫ് ലിമിറ്റേഷൻ എന്നുള്ളത്. എല്ലാ തരത്തിലും ശരീരത്തിന്റെ ഇപ്പോ ഒരു പ്രവർത്തനത്തോട് പ്രത്യേക താല്പര്യം തോന്നി, നമുക്ക് ഈ ശരീരത്തിൽ ഇപ്പോൾ ഊർജ്ജവ്യയം വല്ലാതെ ഉണ്ടാക്കുന്ന ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. ആ ലൈംഗിക താല്പര്യം എന്നുള്ളത് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് താല്പര്യം തന്നെ ഇല്ലാതെയാവും. പോസ്ട്രേറ്റിന് പ്രശ്നങ്ങൾ വരും. എന്തിന്, ഈ ലൈംഗികതയിൽ ഏർപ്പെടുന്ന സമയത്ത് ശരീരം എവിടെയെല്ലാം ആണോ ഊന്നൽ കൊടുക്കുന്ന ആ ഭാഗത്തെല്ലാം കുരുക്കൾ വരും, അല്ലെങ്കിൽ അവിടെ കഴല വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വഴിയത് അവിടെ ലിമിറ്റേഷൻ വരും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇപ്പോ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രക്രിയ ചെയ്യുന്ന ഭാഗത്ത് വീക്കം വരിക. നമ്മൾ കൈകൊണ്ട് നിരന്തരം അധ്വാനിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ചില പ്രത്യേക അസുഖങ്ങൾ വന്നുകൊണ്ട് നമുക്കത് പിന്നെ ചെയ്യാൻ പറ്റാതെ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഈ ശരീരം ഈ ഒരു ലോ ഓഫ് ലിമിറ്റേഷന് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ജീവചൈതന്യത്തെ ലാഭിക്കുക, അതുവഴി ജീവനെ സംരക്ഷിക്കുക, നിലനിൽപ്പ് ഉറപ്പാക്കുക. അപ്പൊ ഈ ജീവനിയമം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാമാണ് പ്രവർത്തിക്കുന്നത്, ഏതെല്ലാം വിധത്തിൽ, ഇപ്പോൾ ഛർദിയുടെ രൂപത്തിൽ, ഓക്കാനത്തിന്റെ രൂപത്തിൽ, ഭക്ഷണത്തോടുള്ള വിരക്തിയുടെ രൂപത്തിൽ, ചില പദാർത്ഥങ്ങളോടുള്ള താല്പര്യക്കുറവ് രൂപത്തിൽ, ചില പ്രവൃത്തികളോടുള്ള താല്പര്യക്കുറവ് രൂപത്തിൽ, ചില പ്രത്യേക സ്ഥലങ്ങളോടോ സാഹചര്യങ്ങളോടുള്ള വിയോജിപ്പിന്റെ രൂപത്തിലൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നത് എന്തൊക്കെയെല്ലാം ആണെന്ന് നിരീക്ഷിക്കുക, അവയൊന്ന് ലിസ്റ്റ് ചെയ്യുക. ഈ ബോധ്യവുമായിട്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു നിയമത്തെ കൂടെ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.